അമ്മാ അമ്മാ അമ്മാവാ എന്ത് പറ്റേ? അമ്മാവന് ഇനി അധികം ആയുസൊന്നുമില്ലട മക്കൾ. എപ്പോ വേണമെങ്കിലും അമ്മാവൻ മരിക്കും. അതങ്ങനെ പറഞ്ഞ എന്താ അമ്മായി? ഒന്നും പറയണ്ട എന്റെ കൊച്ചുങ്ങളെ. ഇങ്ങനെ നമ്മുടെ മരിച്ച സുമാരൻ ചേട്ടനില്ലേ, അങ്ങേര് മരിക്കുന്നതിന്റെ തലേന്ന് ഇവർ രണ്ടുപേരും കൂടെ ഷാപ്പിൽ പോയി കള്ളും താറാവും ഒക്കെ കഴിച്ച് കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നതാ. പിറ്റേന്ന് രാവിലെ അങ്ങേരുടെ മരണ വാർത്തയാ കേൾക്കുന്നത്. അന്നേരം തുടങ്ങിയതാ ഈ പേടി. അയ്യേ, ബന്ധുക്കാരെ കൂട്ടുകാരെ ആരെങ്കിലും മരിച്ചെന്ന് പറഞ്ഞ ഉടനെ നമ്മളങ്ങ് മരിക്കുകയാണ്. ഈ അമ്മാവന്റെ ഒരു കാര്യം. മോനെ, അമ്മാവന് ഇനി അധികം ദിവസമൊന്നുമില്ലട. അമ്മാവൻ മരിക്കും. അമ്മാവും മരിക്കും, ഉറപ്പായിട്ട് മരിക്കും. അല്ല, അമ്മാവൻ മരിക്കും, നീ മരിക്കും, ഞാൻ മരിക്കും, ഇതാ ഇരിക്കണം, നമ്മുടെ ഇവിടെയുള്ള എല്ലാരും മരിക്കും. എന്റെ അമ്മാവ ഈ ദുനിയാവിൽ ആരും കാലാകാലം അങ്ങനെ ജീവിച്ചൊന്നും ഇരിക്കൂല. അതെ, എന്റെ ഒരു ശരീരം വെച്ച് ഞാൻ ഇപ്പഴേ മരിക്കത്തില്ല. അപ്പൊ ഒന്നും പേടിക്കണ്ട. അപ്പൊ ഇപ്പോഴൊന്നും മരിക്കില്ല. എന്തായാലും എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതി. നിന്റെ കല്യാണം കഴിഞ്ഞ് നിന്റെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടോ? ദേ അമ്മാവ, ഞാനൊരു ചായ എടുക്കട്ടെ, ഇഞ്ചിയൊക്കെ ഇട്ട് അത് കുടിച്ച് കഴിയുമ്പോ അമ്മാവ് നല്ല ഉഷാർ. പിന്നല്ല, എടുക്കട്ടെ? എടുത്തോ നീ. കഴിച്ചായിരുന്നല്ലോ. ഒന്നും കഴിക്കുന്നില്ലാന്ന്. ഒന്നൊരു കാര്യം ചെയ്യാടാ, വീട്ടില് 4 മൂട് കപ്പ ഇരിപ്പുണ്ട്. നീ അന്ന് കൊണ്ടുവന്ന ഉണക്ക ചെമ്മിനും ഉണ്ട്. നമുക്ക് കാന്താരി മുളകൊക്കെ ഇട്ടൊരു ചമ്മന്തി അരച്ച് ചെണ്ടക്കപ്പയൊക്കെ പുഴുങ്ങി അമ്മാവൻ അത് കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കും. എന്തിന്? ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ പിടിച്ച് നമ്മുടെ ശരീരം വലുതാവും. എന്നിട്ട് അധിക ദിവസം കഴിയണ മരിച്ചു കഴിയുമ്പോ ആ ശരീരം കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയും. എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട. അതെ കനക, മരിക്കണ സമയത്ത് എന്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അമ്മാവ, ഞങ്ങളെല്ലാം അമ്മാവന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ എവിടെ പോകാനെന്നാണ് അമ്മാവൻ പറയണത്? അമ്മാവന് ഞങ്ങൾ മാത്രമല്ല, അമ്മയും ഉണ്ടാവും അമ്മാവന്റെ കൂടെ. അതൊരു വർത്താനം പറയുന്നേ. അമ്മ മരിച്ചതിന് ശേഷമല്ലേ അമ്മാവ് മരിക്കത്തുള്ളൂ. അല്ല, ഈ പ്രായത്തിന്റെ വെച്ചൊരു നാട്ടു നടപ്പുണ്ട്. നീ ചെല്ല്, ചായ എടുത്തുണ്ടോ? ചെല്ല് പോ. എന്നൊക്കെ എത്ര ചെറുതറിയാവേ. അതിപ്പോ അങ്ങനെയല്ലേ അമ്മാവാ? ഇപ്പൊ എന്തോരം പേര് വണ്ടി ഇടിച്ച് മരിക്കുന്നത്. ആ ചായ അങ്ങ് കുടിച്ചേ. ഇഞ്ചി ഇട്ടടി. ഇഞ്ചിയൊക്കെ ഇട്ട് എന്റെ അമ്മ അടുക്കളയിലൊന്നും നിക്കാൻ പറ്റുന്നില്ല, പൊള്ളണം. തീ പോലത്തെ ചൂട്. തീയെന്ന് പറഞ്ഞേക്ക് പേടിയടാ. മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം ഇതുപോലെ തീയിൽ വെച്ച് കത്തിക്കില്ലേ? അത് പിന്നെ എല്ലാരും അങ്ങനെയല്ലേ. അതെ, എനിക്കൊന്ന് മൂത്രം വയ്ക്കണം. മൂത്രം വയ്ക്കണം. ബാബാ, ഞാൻ കൊണ്ടു. അല്ലെങ്കിൽ വേണ്ട, ബാത്റൂമിൽ ഇരുന്ന് എങ്ങനെ മരിച്ചാലോ? ഒരു കുഴപ്പമില്ലതേ. അമ്മാവനിങ് വന്നേ, ഇവിടെ ഇല്ലേ? ഞങ്ങളും വരാം. ഞങ്ങള് പുറത്ത് നിക്കാം. എന്തെങ്കിലും അമ്മാവന് ബുദ്ധിമുട്ട് തോന്നിയാൽ ഞങ്ങളെ വിളിച്ചാ മതി. അങ്ങോട്ട് അമ്മാവാ, ഇങ്ങോട്ട് വാ. ഒരുമിച്ച് പഠിച്ച് കളിച്ച് വളർന്നവരൊക്കെ അല്ലേ. അപ്പൊ ഒരാള് പെട്ടെന്ന് അങ്ങ് പോകുമ്പോ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ. എനിക്ക് തോന്നുന്നു ഈ ചത്തയുടെ ആത്മാവ് ഒന്ന് ഊതിയതായിരിക്കും. അങ്ങനെ ഒരു ചടങ്ങുണ്ട്.